ഈ അഖിലിൻ്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖിൽ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തെങ്കിലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റില്ല. എന്തെങ്കിലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ടില്ല. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിൻ്റെ ശേഷം ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കാം. ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുകയായിരുന്നില്ല, മറിച്ച് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 2020 എന്ന ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയിൽ സിനിമയിൽ നിന്നുള്ളവരും സീരിയലിൽ നിന്നുള്ളവരും ഒക്കെ സ്ഥാനാർത്ഥികളായി മാറുന്നൊരു സാഹചര്യം വന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ വലിയ രീതിയിൽ അത് പരിഹാസ്യ രൂപേണ പല ആൾക്കാരും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും കൊണ്ടാടുന്നത് കണ്ടു. വ്യക്തിപരമായിട്ട് ഇപ്പം ബിഗ് ബോസ് വിജയായി അഖിൽമാരാർക്ക് മത്സരിക്കാൻ എന്താണ് യോഗ്യത എന്നും ചോദിച്ചുകൊണ്ട് ധാരാളം പേർ പറയുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ആ പല ചോദ്യങ്ങൾക്കും പല ആൾക്കാരുടെ ചർച്ചകൾക്കും ഒരു മറുപടി എന്നോണം ഞാൻ പറഞ്ഞതാണ്. എന്താണ് അങ്ങനെയാണെങ്കിൽ രമേശ് പിഷാരടിയുടെ യോഗ്യത ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞതാണ്, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ അദ്ദേഹം വ്യക്തിപരമായിട്ട് ഇപ്പം ഇന്ന് പറഞ്ഞതാണ് നാളെ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താണ്, ഏതാണ്, എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം. ഞാൻ വളരെ കൃത്യമായിട്ട് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും ഒരുപാട് നേതാക്കന്മാർ പിണറായി വിജയൻ പോലീസിൻ്റെ അടികൊണ്ടും നിരവധി മർദ്ദനങ്ങൾ ഏറ്റിട്ടും ജീവിതം തന്നെ ഇല്ലാതാകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് രമേശ് പിഷാരടി ചെയ്തത്? അദ്ദേഹം ഒരു കോൺഗ്രസ് സീറ്റിൽ വന്ന് മത്സരിക്കുമ്പോൾ അത് ഒരു ജനത്തെ സേവിക്കാനുള്ള തീരുമാനമാണോ, അതോ തൻ്റെ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള ഒരു തീരുമാനമാണോ എന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണമെന്നുള്ള ഒരു രൂപേണ പറഞ്ഞാണ്. ഇത് പല ആൾക്കാർ ഈ വിവരക്കേട് ഒരു നിമിഷം ഞാൻ പറഞ്ഞോട്ടെ. ബിഗ് ബോസിനെ ആക്ഷേപിച്ചത് അത് എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. കേവലം ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യം. ഇപ്പം ഗാന്ധിയുടെ പഴയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം. ഇപ്പം ഒരു നിലപാട് ഒരാൾ മാറ്റുന്നു എന്ന് പറയുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. കാരണം എൻ്റെ നിലപാട് തെറ്റാമല്ലോ. ഇപ്പം ഞാനൊരു നിലപാട് പറഞ്ഞു, ആ നിലപാട് തെറ്റാം. ഇപ്പോൾ കേരളത്തിൽ അത്തരത്തിൽ യാതൊരു നിലപാടുമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ 1957 അവർ അധികാരത്തിൽ വന്ന കാലം മുതൽ ഈ നിമിഷം വരെ പറഞ്ഞതിൽ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ വേണ്ട ഒരു കാലത്ത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടിയിട്ട് വലിയ ആഘോഷത്തോടെ ആൾക്കൂട്ടത്തോടെ രാത്രി പോയ ആൾ ഇന്ന് നേരെ തിരിച്ചു. അപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾ കേവലം എൻ്റെ മാത്രം വ്യക്തിപരമായ താല്പര്യം, ഒരു ജനത്തെയും ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഞാൻ ബിഗ് ബോസിൽ പോയാലും ആരെയും ബാധിക്കാൻ പോകുന്നില്ല, ബിഗ് ബോസിൽ ഞാൻ പോയില്ലെങ്കിലും ആരെയും ബാധിക്കാൻ പോകുന്നില്ല. ഇനി ഞാൻ പോയാൽ തന്നെ ആദ്യത്തെ ആഴ്ച ജനത്തിന് എന്നെ ഷോയിൽ നിന്ന് പുറത്താക്കാനുള്ള അവസരം വോട്ട് ചെയ്യാൻ പറ്റും. അവരെന്നെ വോട്ട് ചെയ്ത് പുറത്താക്കില്ലെന്ന് മാത്രമല്ല, ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ വോട്ട് നൽകി അവരെന്നെ ജയിപ്പിച്ചു. അപ്പോൾ ഇത് ഇത്രയും പച്ചയായ യാഥാർത്ഥ്യം നിങ്ങളുടെ കൺമുന്നിലുള്ളപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് ബിഗ് ബോസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ പോയെന്ന്. അപ്പോൾ ഞാൻ രാവിലെ ഇറച്ചി കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വൈകിട്ട് ഇറച്ചി കഴിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ഇഷ്ടമാണ്, അത് ആരെയും ബാധിക്കുന്ന കാര്യമല്ല.